നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒട്ടനവധി പ്രക്ഷോഭങ്ങളാണ് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിദേശ രാജ്യങ്ങളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം വളരെയധികം പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും കാനഡയിലെ പ്രവാസികൾ ഇപ്പോൾ അവരുടെ ആശങ്ക വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് സമാനതകളില്ലാത്ത രീതിയിലേക്ക് ആ പ്രക്ഷോഭം ആളിക്കത്തുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ പൗരത്വ ഭേദഗതി ബില്ലിലെ ആശങ്കകൾ അകറ്റാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരാജയപ്പെട്ടോ എന്ന വലിയ ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ടൊറന്റോയിൽ വെള്ളിയാഴ്ച പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ തന്നെ ആളുകൾ, കാനഡയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രവാസി കുടുംബങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് അവർ പ്രക്ഷോഭം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഒട്ടനവധി ആളുകൾ, മലയാളികളായിട്ടുള്ളവർ, പല മേഖലകളിലുള്ള ഇന്ത്യയിലെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ കാനഡയിൽ ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാനഡയിലെ സുപ്രധാന ദിനപത്രങ്ങളിലൊക്കെയും ഈ വിഷയം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം. പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിൽപ്പെടുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 18ഓളം ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലൊരു കലാപ സാഹചര്യം ഉണ്ടാകാനുള്ള പ്രത്യേക കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ സ്തബ്ധരായിരിക്കുകയാണ്. നേരത്തെ US ഉൾപ്പെടെയുള്ളവർ അവരുടെ നയങ്ങൾ പറഞ്ഞിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്കകൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കകൾ ഉള്ളതായിട്ടുള്ള അവരുടെ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് മതവിഭാഗത്തിലുള്ള 4 മതവിഭാഗത്തിൽ കൂടി ഉള്ളവർക്കും ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് പൗരത്വം അപേക്ഷിക്കാനുള്ള പ്രത്യേകമായ ഭേദഗതിയായിരുന്നു ഇത്. എന്നാൽ ഇതിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇതൊക്കെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിലെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭമുണ്ടാക്കാനുള്ള കാരണമായി മാറിയത്. ഇതൊക്കെയാണ് ഇപ്പോൾ വിദേശത്ത്, പ്രത്യേകിച്ചും കാനഡയിൽ ഒത്തുകൂടിയിരിക്കുന്ന നസീർ ഖാൻ എന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്: ഈ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് കാരണം പ്രവാസികൾക്ക് തിരികെ അവരുടെ രാജ്യത്ത് സുരക്ഷിതമായി എത്താനോ അവർക്ക് NRI സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് തിരിച്ചെത്താനുള്ള ആ ഒരു ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമോ എന്ന ആശങ്കയിലാണ് അവർ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതാണിപ്പോൾ കാനഡയിൽ വലിയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കശ്മീർ ഭേദഗതി വന്നപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ തർക്ക വിഷയമായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ കാനഡയിൽ ടൊറന്റോയിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ടൊറന്റോ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും അവിടെ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ സംഭവത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നിൽ വരികയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.